അപ്പോൾ ഫാദേഴ്സ് ഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ കറണ്ട് ഇല്ലാത്ത കാരണം ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെയൊക്കെ നമ്മൾ സെറ്റാക്കി. പക്ഷെ ഇതിലൊന്നുമല്ല കാര്യം, ഇതിന് മുൻപ് നമ്മൾ ഈ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതിലാണ് കാര്യം. അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ പൊട്ടാപ്പുറയും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ മനസ്സിലായിണ്ടാവില്ല കാര്യത്തിൻ്റെ ഗൗരവം എവിടെ വരെയാണെന്ന്. പിന്നെ പുറത്തിറങ്ങിയ പിന്നെ ഫുഡ് കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ എന്തൊക്കെ കഴിച്ചു, കുറേ ചിക്കൻ കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ഒരു അടിപൊളി ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ലൈമോ കുടിച്ചു, അതെനിക്ക് നിർബന്ധമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ പാപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കാലത്തപ്പം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എന്ത് ഗിഫ്റ്റ് നമ്മൾ പാരൻസിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റ് മാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു പാർട്ട് ഓഫ് ദി ഡേയുടെ ബേസിൽ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് സെറ്റാക്കിയതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആ കാലത്തപ്പൊക്കെ സെറ്റാക്കിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ക്യാൻഡിൽ ലൈറ്റ് അതുപോലെ അങ്ങ് സെറ്റായി പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് അതിൻ്റെ ബ്ലൂപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ.